ഡിവോഴ്സിനു വേണ്ടി ശ്രമിക്കുന്നവർ എന്താണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള കേസുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹമോചനത്തിന് വേണ്ടിയാണോ എന്ന് ചിന്തിക്കാറുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി തൻ്റെ പാർട്ണറെ തിരഞ്ഞെടുക്കുകയും വിട്ടുവീഴ്ചയോടുകൂടി നിലനിർത്തുകയും ചെയ്യേണ്ട ഒന്നാണ് വൈവാഹിക ജീവിതം. ഡിവോഴ്സിനു വേണ്ടി ശ്രമിക്കുന്നവർ എന്താണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിയമപരമായി വിവാഹിതരായിരിക്കുകയും എന്നാൽ വൈവാഹിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ. ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 10-ലും സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ 23-ലും ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ 22-23-ലും ജുഡീഷ്യൽ സെപ്പറേഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലോയിൽ ഇത്തരത്തിലൊരു നിയമം പ്രതിപാദിക്കുന്നില്ല. ജുഡീഷ്യൽ സെപ്പറേഷൻ ആവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണ്? ക്രൂവൽറ്റി, അഡൽട്ടറി, മതപരിവർത്തനം, മാനസികമായ ഡിസോർഡർ, വെനറൽ ഡിസീസസ്, ഉപേക്ഷിച്ച് പോവുക, 7 വർഷമായി ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളിൽ ഇരുകക്ഷികളിൽ ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ ഗ്രൗണ്ടുകൾ കൂടാതെ ഒരു ഭാര്യയ്ക്ക് പ്രത്യേകമായി റേപ്പ്, സൊഡോമി, ബഗമി തുടങ്ങിയ വിഷയങ്ങളിലും കോടതിയെ സമീപിക്കാവുന്നതാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ എന്നത് കോടതി വഴി നടപ്പിലാക്കിയെടുക്കേണ്ട ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ആണ്. വിവാഹബന്ധം പൂർണ്ണമായും വേർപിരിയുന്നതിന് പകരം താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇരു കക്ഷികളും വ്യക്തമായും സ്വതന്ത്രമായും ആലോചിച്ച് വിവാഹബന്ധം തുടർന്നു പോകണമോ പിരിയണമോ എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതല്ല. ജുഡീഷ്യൽ സെപ്പറേഷൻ കാലയളവിൽ 2 പേരിൽ ഒരാൾ മരണപ്പെട്ടാൽ മറുകക്ഷിക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശം സിദ്ധിക്കുന്നതാണ്. സാധാരണയായി 1 വർഷ കാലയളവ് വരെയാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ അനുവദിക്കുന്നത്. ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാറുള്ളത്. എന്നാൽ ജുഡീഷ്യൽ സെപ്പറേഷന് വിവാഹം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഫയൽ ചെയ്യാവുന്നതാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ ഒരു ലീഗൽ സസ്പെൻഷൻ മാത്രമാണ്. എന്നാൽ ഡിവോഴ്സ് ഒരു കംപ്ലീറ്റ് സെപ്പറേഷനാണ്. ഡിവോഴ്സിന് ശേഷം പുനർവിവാഹം ചെയ്യാവുന്നതാണ്. എന്നാൽ ജുഡീഷ്യൽ സെപ്പറേഷനിൽ അത് അനുവദിക്കുന്നതല്ല. ഇരു കക്ഷികളുടെയും ഉത്തരവാദിത്തം പൂർണ്ണമായും ഡിവോഴ്സിലൂടെ അവസാനിക്കുന്നു. എന്നാൽ ജുഡീഷ്യൽ സെപ്പറേഷനിൽ താൽക്കാലികം മാത്രം. മറ്റൊന്ന്, വൈവാഹിക ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ ജുഡീഷ്യൽ സെപ്പറേഷന് കഴിയുന്നു. ഡിവോഴ്സിൽ അത് സാധിക്കുന്നില്ല. ഡിവോഴ്സ് കക്ഷികൾക്ക് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് നൽകുന്നു. എന്നാൽ ജുഡീഷ്യൽ സെപ്പറേഷൻ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പ്രതീക്ഷ നൽകുന്നു. കോടതി നിശ്ചയിച്ച സമയപരിധിക്കകം ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്.